ഹായ് വെൽക്കം ടു റിവൽ ടോക്സ്. ദൃശ്യം 3യുടെ റിവ്യൂ ഇപ്പോൾ കണ്ടിട്ട് ഞാൻ വീട്ടിലോട്ട് എത്തിയതേ ഉള്ളൂ. സോ സിനിമയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ. ആദ്യം ഹാപ്പി ബർത്ത്ഡേ ടു അവർ ഗ്രേറ്റസ്റ്റ് കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ. ബർത്ത്ഡേ ആയിട്ട് എന്തായാലും നമുക്ക് നല്ലൊരു മൂവി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ദെൻ സിനിമയിലേക്ക് വരുമ്പോൾ സൂപ്പർ പഴയതുപോലെ തന്നെയാണ്. ത്രില്ലർ സ്റ്റോറി ലൈനാണ്. അതായത് നമ്മൾ ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും എങ്ങനെയാണോ കണ്ടത് അതേ ഒരു ഫീലിൽ തന്നെ കാണാൻ പറ്റിയ സിനിമയാണ്. എന്ന് വെച്ചാൽ അറിയാലോ, നമുക്ക് സ്റ്റോറിയുടെ പാറ്റേൺ അറിയാലോ. ഫസ്റ്റ് പാർട്ടിലും സെക്കൻഡ് പാർട്ടിലും പാറ്റേൺ അങ്ങനെ ആയിരുന്നു. ആദ്യം ഒരു സിമ്പിൾ ഫാമിലി ലൈഫ്, സാധാരണ പ്രശ്നങ്ങളുമായിട്ട് ജീവിച്ചു പോകുന്ന ഒരു നോർമൽ ഫാമിലി ലൈഫ്. പിന്നെ ഇൻ്റർവെല്ലിലൊരു സ്പാർക്ക് ഉണ്ടാകുന്നു. പിന്നീട് അങ്ങോട്ട് ത്രില്ലിംഗ് മോഡിലോട്ട് കഥ പോകുന്നു. സെക്കൻഡ് ഹാഫ് ഫുള്ള് ത്രില്ലിംഗ് ആയിരിക്കും. ക്ലൈമാക്സിൽ കുറച്ച് ട്വിസ്റ്റുകൾ. ഇതൊക്കെയാണല്ലോ നമ്മുടെ ദൃശ്യം സീരീസിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് ആവർത്തിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒരു സിമ്പിൾ ഫാമിലി ലൈഫാണ്. പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ ഓർക്കുന്നുണ്ട്, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരു നോർമൽ ഫാമിലി ലൈഫാണ് ഫസ്റ്റ് ഹാഫിൽ കാണാൻ പറ്റുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് പോകുന്നതിന് മുൻപ്, അതായത് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു സ്പാർക്കുണ്ട്, ഒരാളുടെ എൻട്രി ഉണ്ട്. ആ എൻട്രി മുതലാണ് സ്റ്റോറി മാറുന്നത്. ആ എൻട്രി എന്ന് പറയുന്നത് തിയേറ്ററിനെ ഞെട്ടിച്ച ഒരു എൻട്രിയാണ്. ആരെന്ന് ഞാൻ പറയത്തില്ല, അത് നിങ്ങൾ കണ്ടാൽ മതി. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എൻട്രി ഒന്നുമല്ല, നമുക്ക് വേണമെങ്കിൽ ഊഹിക്കാവുന്നതേ ഉള്ളൂ ആരായിരിക്കും എന്നുള്ളത്. ഗസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാണാത്തവർ ഗസ് ചെയ്താൽ മതി, കണ്ടവർ കമൻറ്റ് ചെയ്യേണ്ട. ഓക്കെ. സെക്കൻഡ് ഹാഫിൽ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, ക്ലൈമാക്സിൽ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട്, നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രതീക്ഷയ്ക്കനുസരിച്ച് സിനിമ വന്നില്ല എന്ന് പറയുന്ന കുറേ ആൾക്കാരെ കണ്ടു. തിയേറ്റർ റെസ്പോൺസിൻ്റെ വീഡിയോസിലൊക്കെ കണ്ടു. നിങ്ങൾ എന്തിനാണ് കൂടുതൽ പ്രതീക്ഷിക്കാൻ പോകുന്നത്? മര്യാദയ്ക്ക് പോയി സിനിമ കണ്ടാൽ പോരെ. ഈ പ്രതീക്ഷയും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് പിടിക്കാത്തത്. അതിനുവേണ്ടി പ്രതീക്ഷയൊന്നും വേണ്ട, നോർമലായിട്ട് പോയി കണ്ടാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടും, അത്രേ ഉള്ളൂ. പിന്നെ കണ്ട ആൾക്കാരോട്ടൊരു കാര്യം പറയാണ്ട്, ദയവ് ചെയ്തതിൻ്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് റീലായിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ അപ്ലോഡ് ചെയ്യരുത്. ഒരപേക്ഷയാണ്, പ്ലീസ്. ഓക്കെ. അപ്പോൾ കാണാത്തവർ പോയി കണ്ട്